നീറ്റ് 2024 പരീക്ഷ സൺഡേ എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികളും വീഡിയോ അവസാനം വരെയും കാണാം. നിങ്ങൾക്ക് വളരെ എഫക്റ്റീവ്ലി ഇനിയുള്ള 2 ദിവസങ്ങൾ എങ്ങനെ സ്പെൻഡ് ചെയ്യാണെന്നുള്ള കാര്യം ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. മക്കളെ, സാറ്റർഡേ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ എക്സാം സെൻറ്റർ നിങ്ങൾ കൺഫേം ചെയ്യുക. പറ്റുമെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സോ ആരെങ്കിലും ഒരാൾ, നിങ്ങൾ ആരെങ്കിലും കൊണ്ടാക്കാൻ പോകുന്നുണ്ടാവുമല്ലോ, അവരെങ്കിലും ആ എക്സാം സെൻറ്റർ ഒന്ന് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ സാറ്റർഡേ തന്നെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇനി അത് പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഉള്ള ലൊക്കേഷനും നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലവും കൃത്യമായിട്ട് മാച്ചാണ്, അത് തന്നെയാണ് നിങ്ങളുടെ എക്സാം സെൻറ്ററിന് ഉറപ്പുവരുത്തുക എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. രണ്ടാമത്തെ കാര്യങ്ങൾ, നിങ്ങൾ ട്രാഫിക്കിനെ പറ്റി സ്റ്റഡി ചെയ്യണം. നിങ്ങൾക്ക് ആ എക്സാം സെൻറ്ററിലെ വഴിയും അവിടേക്കുള്ള എത്തുന്ന സാഹചര്യവും നിങ്ങൾക്ക് വലിയ വശമില്ല എങ്കിൽ തീർച്ചയായിട്ടും അവിടേക്ക് ട്രാഫിക് ഉണ്ടോ, ട്രാഫിക് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ സ്റ്റഡി ചെയ്യുക. എന്നിട്ട് എത്ര സമയം എടുക്കും അവിടേക്ക് എത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി നിങ്ങൾ പ്ലാൻ ചെയ്യണം. മൂന്നാമത്തെ കാര്യങ്ങൾ, നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ സാറ്റർഡേ എങ്കിലും നിങ്ങൾ ഉറപ്പുവരുത്തണം. അത് സാറ്റർഡേ രാത്രിയിലേക്ക് നിൽക്കരുത്, സാറ്റർഡേ രാവിലെ തന്നെ നിങ്ങൾക്ക് എല്ലാ ഡോക്യുമെൻറ്റ്സും ഒരു പ്രോപ്പർ ഫയലിൽ നിങ്ങൾക്ക് എല്ലാം ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് കാര്യം, ഫൈനൽ റിവിഷൻ. ആ ഫൈനൽ റിവിഷൻ നിങ്ങൾക്ക് ഓപ്ഷണലായിട്ട് ചെയ്യാം. ഓൾറെഡി നന്നായിട്ട് പഠിച്ചവരാണ്, നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തവരാണെങ്കിൽ നിങ്ങൾ സാറ്റർഡേ എന്നുള്ള ദിവസം, എക്സാമിന് മുന്നുള്ള ദിവസം റിവിഷൻ ചെയ്യാതിരിക്കുകയാണ്, അതായത് ഒന്നും നിങ്ങളുടെ മൈൻഡിലേക്ക് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ വരാതിരിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. എങ്കിലും നിങ്ങൾ അവസാനം ക്രാഷിനൊക്കെ പങ്കെടുത്ത് പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും എന്ത് ചെയ്യാം മക്കളെ, അവസാനത്തെ ദിവസം റിവിഷൻ ചെയ്യാം. പക്ഷേ ഫുൾ കാര്യങ്ങളോ അല്ല ടെക്സ്റ്റ് ബുക്കോ വായിക്കാൻ വേണ്ടി നിൽക്കരുത്. നിങ്ങൾ ഉണ്ടാക്കിയ ഷോർട്ട് നോട്ട്സ്, ഇനി ഷോർട്ട് നോട്ട്സ് ഇല്ലാത്തവർ നിങ്ങൾ നോട്ട്സ് ഉണ്ടാക്കിയ സമയത്ത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ കുറേ കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ കാര്യങ്ങൾ മാത്രം റിവൈസ് ചെയ്യുക. എല്ലാം റിവൈസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതല്ല. ഓക്കെ, നെക്സ്റ്റ് കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് റിലാക്സ് ചെയ്യുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഈ അവസാനത്തെ 2 ദിവസങ്ങൾ അല്ലെ അവസാനത്തെ ഒരു ദിവസം നിങ്ങൾക്ക് ഭയങ്കര ഭീകരമായിട്ട് എക്സ്ട്രാordinary ആയിട്ട് ഒന്നും ചെയ്യാൻ ബാക്കിയില്ല. നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ റിലാക്സ് ചെയ്യുക, ടെൻഷൻ അടിക്കരുത്. എന്തെങ്കിലും ടെൻഷൻ വന്നാൽ തന്നെ, അല്ലെ ടെൻഷന് കാരണമാക്കുന്ന കാര്യങ്ങൾ വന്നാൽ അത് നിങ്ങളുടെ എക്സാമിനെ നെഗറ്റീവ്ലി ബാധിക്കുകയുള്ളൂ. സോ റിലാക്സ് ചെയ്യുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി രാത്രി നല്ല രീതിയിലുള്ള ഒരു ഉറക്കം നിങ്ങൾക്ക് കിട്ടേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനി എക്സാം ഡേയിലേക്ക് വരുമ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ എക്സാം സെൻറ്ററിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മിനിമം ഒരു അരമണിക്കൂർ മുൻപെങ്കിലും എത്തുക. നിങ്ങൾക്ക് 1 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ മുൻപ് എത്താൻ പറ്റുകയാണെങ്കിൽ ഈവൻ ബെറ്റർ. ഒരിക്കലും എന്താണ്, കൃത്യം ടൈമിന് പ്ലാൻ ചെയ്ത് നിങ്ങൾ പോരും, നേരത്തെ തന്നെ എക്സാം സെൻറ്ററിൽ എത്തുക. എക്സാം സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർ കാണും, നിങ്ങളുടെ കോച്ചിങ് സെൻറ്ററിൽ പഠിച്ചാൽ സ്കൂളിൽ പഠിച്ച ആൾക്കാരെ കാണും. ഓവർ അവരുമായിട്ട് സംസാരിക്കാൻ നിൽക്കരുത്. ഓവർ നിങ്ങളുടെ ആ മൈൻഡ് ആ ഒരു സമയത്ത് ക്ലട്ടർ ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. മാക്സിമം റിലാക്സ്ഡ് ആയിട്ട് ഒറ്റയ്ക്ക് തന്നെ അല്ല, നിങ്ങളുടെ പാരൻസിൻ്റെ കൂടെ ആരെങ്കിലും നിങ്ങൾ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ പേജും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ പ്രിൻ്റഡ് ആണ്, എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ട് എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. പലപ്പോഴും അല്ലെ വല്ലപ്പോഴെങ്കിലും എന്താണ് അതങ്ങനെ വരാതിരിക്കാറുണ്ട്. പിന്നെ OMR ഷീറ്റിൻ്റെ സീരിയൽ നമ്പറൊക്കെ മാച്ച് ചെയ്യുന്നുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ എക്സാം സെൻറ്ററിൽ പ്രാക്ടിക്കലി ഇരിക്കുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കില്ല. നിങ്ങൾ ഇതിന് മുമ്പ് മോക്ക് എക്സാംസ് ഒക്കെ എഴുതിയപ്പോൾ നിങ്ങൾ ചിലപ്പോൾ AC ഹാളിലൊക്കെ ഇരുന്നിട്ടായിരിക്കും എഴുതിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ വളരെ ഓർഡർ ഉള്ള ഒരു റൂമിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ചിലപ്പോൾ ചില സിറ്റുവേഷൻസിലൊക്കെ ഈ എക്സാം സെൻറ്റർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കണം എന്നില്ല. ചിലപ്പം ഫാൻസ് വർക്ക് ചെയ്യാത്ത അവസ്ഥ വരാം, ചിലപ്പോൾ ഒരു ഫാന് ഓവർ ഒച്ച ഉണ്ടാക്കുന്ന അവസ്ഥ വരാം, ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം കാരണം ഇൻവിജിലേറ്റേഴ്സ് അവിടെ എന്തെങ്കിലും ഒരു ഇഷ്യൂ കാരണം അവിടെ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കുന്ന ഇഷ്യൂ വരാം. അപ്പോൾ അതൊക്കെ ഓൾറെഡി വരാം എന്നുള്ള കാര്യം മനസ്സിൽ വെക്കുക. അതൊന്നും നിങ്ങളുടെ നിങ്ങളുടെ അവസാനത്തെ ഔട്ട്പുട്ടിനെ നിങ്ങൾ ബാധിക്കരുത്. അതൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. നിങ്ങളുടെ എക്സാം, നിങ്ങളുടെ ക്വസ്റ്റ്യനും നിങ്ങളുടെ ആൻസറും എഴുതാൻ വേണ്ടി, അല്ല അതിലായിരിക്കണം നിങ്ങളുടെ മാക്സിമം ഫോക്കസ് ഉണ്ടാവും. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇഗ്നോർ ചെയ്യുക. അതൊക്കെ വരാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം നേരത്തെ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഡോണ്ട് ഗെറ്റ് സ്റ്റക്ക്. മക്കളെ, പലപ്പോഴും സംഭവിക്കാറുള്ളത്, നിങ്ങളൊരു ക്വസ്റ്റ്യൻ കാണുമോ, നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ചോദ്യം പോലെ തോന്നും, നിങ്ങൾ നേരത്തെ ചെയ്ത ഒരു ചോദ്യം പോലെയൊക്കെ തോന്നും. പക്ഷേ ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നില്ല, 2 മിനിറ്റ് ആയിട്ടും നിങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ വീണ്ടും വാശി കാണിച്ചുകൊണ്ടിരിക്കേണ്ടത്, 2 മിനിറ്റ് ഞാൻ കഷ്ടപ്പെട്ടാൽ ഇനി കുറച്ച് നേരം കൂടി ഇരുന്നാലും എനിക്ക് കിട്ടുമല്ലോ എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റി എടുത്ത് കളയണം. ആ ചോദ്യം നിങ്ങൾക്ക് എന്തോ ചിന്തിച്ച് വെച്ചില്ലേ, നിങ്ങളത് മാറ്റി വെച്ചോ, എന്നിട്ട് നിങ്ങൾ പിന്നീട് വരുമ്പോൾ അത് ചെയ്താൽ മതി. അതിൻ്റെ ബാക്കിയായിട്ട് ചിന്തിച്ചാലും പോരെ. ഓക്കെ, അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, വാശി കാണിക്കരുത്. പ്രത്യേകിച്ച് നിങ്ങൾ ഫെമിലിയർ ആയിട്ട് ടൈപ്പ് ചോദ്യങ്ങൾ കാണുമ്പോഴാണ് ഈ വാശി കൂടുക. അപ്പോൾ അതിൽ ട്രാപ്ഡ് ആവരുത്, അത് വെറുതെ നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യണം. മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കണം മറ്റൊരു കാര്യം, എല്ലാ ചോദ്യങ്ങൾക്കും സെയിം മാർക്കാണ്. അപ്പോൾ ഒരു പ്രത്യേക ചോദ്യം നിങ്ങൾ കഷ്ടപ്പെട്ട് 5 മിനിറ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ട് ചോദ്യം നിങ്ങൾ ക്രാക്ക് ചെയ്തുകൊണ്ടോ നിങ്ങൾക്ക് എക്സ്ട്രാ മാർക്ക് കിട്ടാൻ പോകുന്നില്ല. മാക്സിമം ലോജിക്കൽ കാര്യം എന്താണ്, ഈസി ക്വസ്റ്റ്യൻസ് തന്നെ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ, ആദ്യത്തെ റൗണ്ടിൽ തന്നെ നിങ്ങൾ തീർക്കണം. അതിനുശേഷം മാത്രമേ നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ സമയം എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് കാര്യം, ടിക്ക് ചെയ്യുന്നതിന് മുൻപ് അല്ലെങ്കിൽ ബബിൾ ചെയ്യുന്നതിന് മുമ്പ് എല്ലാ ഓപ്ഷൻസും വായിച്ചതിന് ശേഷം മാത്രം ബബിൾ ചെയ്യുക. നിങ്ങളൊരു ആൻസർ കണ്ടുപിടിച്ചു, അതിൻ്റെ ആൻസർ ചിലപ്പോൾ ഓപ്ഷൻസിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത ആൻസർ ഓപ്ഷൻസിലുണ്ടാവും. ചാടി കയറിയിട്ട് അങ്ങോട്ട് ബബിൾ ചെയ്യാൻ പോകരുത്. ബാക്കിയുള്ള ഓപ്ഷൻസും വായിക്കുക.
ചിലപ്പോഴൊക്കെ ഫിസിക്സിലും അല്ലെങ്കിൽ കെമിസ്ട്രിയിൽ ഫിസിക്കൽ കെമിസ്ട്രിയിലൊക്കെ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് 230 എന്ന് പറഞ്ഞ ആൻസർ നിങ്ങളുടെ കാൽക്കുലേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അത് ഓപ്ഷനിൽ ഉണ്ടാവും 230 കിലോഗ്രാം. നിങ്ങൾ 230 കിലോഗ്രാം ടിക്ക് ചെയ്യുന്നു, പക്ഷേ ഓപ്ഷനിൽ മറ്റൊരു ഓപ്ഷൻ 230 ഗ്രാം കിടപ്പുണ്ടാവും. നിങ്ങൾ ഒരു പക്ഷേ ആ 230 കിലോഗ്രാം എന്താണ് നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ കൺവേർട്ട് ചെയ്യാൻ മറന്നുകൊണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ 230 കാണുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ 230 കിലോഗ്രാം ടിക്ക് ചെയ്തു, പക്ഷേ ആൻസർ ചിലപ്പോൾ 230 ഗ്രാം ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇത് ഞാൻ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാണ്, പക്ഷേ ഇതിൻ്റെ ഓരോരോ വകഭേദങ്ങൾ ആക്ച്വലി സംഭവിക്കാറുണ്ട്. സോ എപ്പോഴും ഓപ്ഷൻസ് വായിക്കുക, ഓപ്ഷൻസ് തമ്മിൽ ഡിഫറൻസ് ഒന്ന് നോക്കുക, എന്നിട്ട് ഒന്നും കൂടി ആലോചിക്കുക നിങ്ങളുടെ ആൻസർ കറക്റ്റാണോ, അതിനുശേഷം മാത്രം വിളിക്കുക. ഏറ്റവും വലിയ മിസ്റ്റേക്ക് നിങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത നിങ്ങൾക്ക് കറക്റ്റ് കിട്ടിയ ആൻസർ നിങ്ങൾ തെറ്റായിട്ട് മാർക്ക് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അതൊരിക്കലും നിങ്ങൾ ചെയ്യരുത്. എപ്പോഴും ഓപ്ഷൻസ് കറക്റ്റായിട്ട് വായിക്കുന്നതിന് ശേഷം മാത്രം നിങ്ങൾ ആൻസർ ക്ലിക്ക് ചെയ്യുക. ഓൾസോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ റഷ് ചെയ്യരുത്. ഓക്കെ, അത് പ്രത്യേകിച്ച് കാൽക്കുലേഷൻസ് ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻസിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രി ആണെങ്കിൽ നെയിം റിയാക്ഷൻസ് അല്ലെങ്കിൽ റിയാക്ഷൻസ് ഒക്കെ നിങ്ങൾ മാപ്പ് ഔട്ട് ചെയ്യുന്ന സമയത്തും ഓവർ റഷ് ചെയ്യരുത്. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, നിങ്ങൾ റഷ് ചെയ്ത മൂലം നിങ്ങൾക്ക് അറിയുന്ന ചോദ്യം നിങ്ങൾ മിസ്സായാൽ അത് വലിയൊരു മിസ്സാണ്. കാരണം ഒന്ന് നെഗറ്റീവ് മാർക്ക്, രണ്ട് നിങ്ങൾ സമയം വേസ്റ്റ് ചെയ്തു, മൂന്ന് നിങ്ങൾക്ക് കിട്ടേണ്ട മാർക്ക് ആയിരുന്നു. നിങ്ങൾ ഗസ് ചെയ്തായിരിക്കില്ലല്ലോ, നിങ്ങൾക്ക് കിട്ടേണ്ട മാർക്ക് നിങ്ങൾ വെറുതെ നഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അവസാനത്തെ നിമിഷം കാൽക്കുലേഷനൊക്കെ എന്ത് ചെയ്യരുത്, ഓവർ സ്പീഡിലാക്കരുത്. നിങ്ങൾക്കൊരു പേസ് ഉണ്ടാവും, നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് പറ്റുന്നൊരു സ്പീഡുണ്ട്, ആ സ്പീഡിൽ തന്നെ ചെയ്യുക. എക്സാം ആയതുകൊണ്ട് നീറ്റ് എക്സാം അല്ലേ ഞാൻ ഭയങ്കര അങ്ങോട്ട് ചെയ്ത് തകർക്കാം, എല്ലാവരെയും പൊട്ടിക്കണം എന്നുള്ള വിചാരത്തിൽ നിങ്ങൾ ഓവർ സ്പീഡിലൊക്കെ ചെയ്താൽ അതെന്തായാലും കൗണ്ടർ എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ചിന്തിക്കാനുള്ളൂ. ആൻഡ് ലാസ്റ്റ്ലി ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി റിലാക്സ് ചെയ്യുക. നിങ്ങൾ ടെൻഷൻ അടിച്ചതുകൊണ്ടോ സ്ട്രെസ്ഡ് ആയതുകൊണ്ടോ നിങ്ങൾക്ക് ഒരിക്കലും അത് നിങ്ങളെ പോസിറ്റീവ്ലി ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള കാര്യം കൂടെ ഓർമ്മിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.